അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. റാഹത്തല്ലേ? ഓ, എങ്ങനെയുണ്ട് യാത്രയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഇവിടുത്തുള്ള പെരുമാറ്റവും ഇവരുടെ സംസാരങ്ങളും നമുക്ക് വേണ്ടി പ്രവർത്തിച്ച, അതായത് എയർപോർട്ടിലെ എല്ലാ അധികാരികളും, അതുപോലെ നമ്മൾ KMCC-യുടേതും അവിടുത്തെ KMCC നാട്ടുകാരും ഇതെല്ലാം നല്ല സഹകരണമായിരുന്നു. വളരെ ത്യാഗമാണ് ഹജ്ജ്. തീർച്ചയായിട്ടും. ഈ സ്ഥലത്ത് വിട്ടത് ഈ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ച ആദ്യം മുതൽ വിട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയുള്ളവർ അവിടെ നമ്മുടെ കൂടെ തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെ തന്നെ അവർ നമ്മളൊക്കെ കൂടുതൽ ത്യാഗം വെയിലുകൊണ്ട് വർക്കും ഇല്ലാതെ ഒരുപാട് ത്യാഗം ചെയ്തു. അവർക്കെല്ലാം നമുക്ക് കൂടുതൽ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ഈ പറഞ്ഞ നിങ്ങൾക്ക് പോലും തീർച്ചയായിട്ടും കുറച്ച് അനുഗ്രഹം നൽകട്ടെ. ഇനിയും ആ സ്ഥലങ്ങളിൽ എടുത്തുകൂടാനും ആ പ്രാർത്ഥനയ്ക്കും അദ്വായത്തിൻ്റെ മുകളിൽ അള്ളാഹു കാഫ്യത്തും ആരോഗ്യവും സമ്പത്തൊക്കെ തരട്ടെ. നിങ്ങൾക്കെല്ലാം പോകാത്ത ആരോഗ്യ സമയത്ത് പോകാൻ ഒപ്പിക്ക് നൽകട്ടെ. അവിടെ മരണപ്പെട്ടു നമ്മൾ സന്തോഷമായിട്ട് കാമി എല്ലാ കാര്യങ്ങൾക്കും സംതൃപ്തിയാണ് പ്രവർത്തനം. ഈ ഹജ്ജ് വാളണ്ടിയേഴ്സുമാരും ഹജ്ജിൻ്റെ മേലുള്ള ആൾക്കാരും ഹജ്ജിൻ്റെ പ്രസിഡന്റുമാർ അതുപോലുള്ള എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു ഇനിയും ഇതുപോലെ പ്രവർത്തന മേഖലയൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയിൽ ഹജ്ജിമാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന അവസ്ഥയിൽ അള്ളാഹു ആക്കി പെരുമാറാകട്ടെ. അവർക്കും ഐശ്വര്യം വർക്കത്തും എല്ലാം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും ഓരോ അധികൃതർക്കും ഒരു പേന കൊണ്ട് പോലും ഒരു അക്ഷരം കണ്ട് തന്നവർക്ക് അള്ളാഹു സ്വീകാര്യമായ രീതിയിൽ റഹ്മത്തായ വഴിയിൽ അള്ളാഹു അനുഗ്രഹിക്കുകയും ഇനിയും അതുപോലെ ചെയ്യിച്ചുകൊണ്ടിരിക്കും. ഇനിയും ഇവിടുന്ന് വന്നിട്ടില്ല, ഈ പ്രവർത്തകർ അവിടെ ഉണ്ട്, ഇവിടുന്ന് വിട്ട പ്രവർത്തകരുടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അള്ളാഹു സന്തോഷമായിട്ട് ശരി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിച്ചു. ഇന്നലെയും ഇന്നുമായി 537 ഹാജിമാർ ഇന്ന് നാട്ടിലെത്തി. എല്ലാ പാപങ്ങളും കഴുകി പുതിയൊരു മനുഷ്യനായി ജീവിതം ആരംഭിക്കുകയാണ് ഹാജിമാർ. 40 ദിവസത്തേക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറയപ്പെടുന്ന ഹാജിമാർ അവരുടെ മനസ്സും ശരീരവും ഹജ്ജിന് പോയത് മുതൽ കളങ്കമില്ലാത്ത മനുഷ്യരായി മാറിയിരിക്കുകയാണ്. ആലപ്പുഴ ഹാജി തങ്ങൾ ഉൾപ്പെടെ നിരവധി ഹാജിമാർ അവരുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാനലുമായി പങ്കുവയ്ക്കുന്നു. വിശേഷങ്ങളിലേക്ക് അങ്ങനെ ദ്വാ ചെയ്യുകയും ഇപ്പോൾ നിങ്ങൾ മറ്റൊരു സവിശേഷതയുള്ളത് ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ പോലെ പരിശുദ്ധരാണ്. ആർക്കും ഇപ്പോൾ ഒരു കളങ്കവുമില്ല, ഒരു ന്യൂനതയില്ല, ഒരു ഗർഭമില്ല, ഒരു ക്ലാവുമില്ല. എല്ലാവരും പരിശുദ്ധരുമാണ്. ഈ പരിശുദ്ധിക്ക് മങ്ങലേൽക്കാതെ ജീവിതാവസാനം വരെ, അവസാന ശ്വാസം വരെ ജീവിക്കാൻ നമ്മൾ ഈ എയർപോർട്ടിൽ തന്നെ ഇന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം പോകുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും നാട്ടുകാർക്കുമൊക്കെ നമ്മൾ അനുഗ്രഹീതരാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകാശം പരത്തുന്ന ഹൈമാസ് നൈറ്റാണ്. അതുപോലെയാണ് ഈ പറയുന്ന സാമൂഹിക സാംസ്കാരിക സൽക്കർമ്മ രംഗങ്ങളിൽ, ധാർമ്മിക രംഗങ്ങളിൽ ഒരു ഹാജിക്കുള്ള മഹത്വം. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രകാശമായി ജീവിക്കണം. അള്ളാഹു ആ തരത്തിൽ ഹാജിമാരെയും മജ്ജുമ്മമാരെയും പരിപൂർണമായി അനുഗ്രഹിച്ച് അംഗീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഹാജിമാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. എല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കി വളരെയധികം സന്തോഷത്തോടെ നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിച്ച. ശരിക്കും എത്ര പേരുടെ ടീം ലീഡറായിരുന്നു സാർ? 278 ആൾ. 278 ആളുമായി പോയി. ആ 278 പേരിൽ 22ഓളം പേര് എയർലി ഡിപ്പാർച്ചറായി പോയി. വേറെ മറ്റ് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് അല്പം നേരത്തെ പോയി. ബാക്കി 256 പേരും വേറൊരു ഹജ്ജ് അഡീഷണൽ കയറി വന്നാണ് 257 പേരും വളരെയധികം നല്ല രീതിയിൽ യാത്രയെല്ലാം ഭംഗിയായി ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഈ വർഷം തിരക്ക് കൂടുതലായിരുന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ ക്രമീകരിച്ചത്? കൂടെ അല്പം കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു ഇതും തിരക്കിൻ്റെയും ഒരു ചെറുതുണ്ട്. എന്നാലും എൻ്റെ കൂടെ വന്ന ഹാജിമാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഹാജിമാരെല്ലാം. ജംറയിൽ കല്ലേറുമായി ബന്ധപ്പെട്ട് തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിൻ്റെതായ ഒരു ബുദ്ധിമുട്ടല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും വലുതുണ്ടായില്ല. തിരക്ക് മൂലമുണ്ടായ ചില സമയങ്ങളിൽ അല്പം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുള്ള പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി
സാർ രണ്ടു വാക്ക് യാത്രയെ പറ്റി മാത്രമേ അൽഹംദുലില്ലാ എല്ലാം സന്തോഷമായിരുന്നു, റാഹത്തായിരുന്നു. പോയതിനേക്കാളും നല്ല സന്തോഷമായിരുന്നു. ഇത്തവണ ഹാജിമാർ കൂടുതലായത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ സേവകർക്ക് അറഫയുടെ ഒന്നൊരു പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് അവർ മറ്റുള്ള പഴുതടച്ചൊരു സുരക്ഷയുടെ പേരിലായിരുന്നത്. അത് അൽഹംദുലില്ലാ എല്ലാം നല്ല റാഹത്തായി. സംസ്ഥാന ഹജ്ജ് സെല്ലിൻ്റെ ഇത് പരിപാടിയൊക്കെ എല്ലാ സന്തോഷമായിരുന്നു, റാഹത്തായിരുന്നു. എല്ലാം കൊണ്ടും സുഖകരമായ സേവനമായിരുന്നു എല്ലാവർക്കും. എവിടെ സ്ഥലം? എവിടെ? എൻ്റെ നെല്ലിക്കുഴി. നെല്ലിക്കുഴി. ഇവിടെയുള്ള വാളണ്ടിയേഴ്സ് നമ്മുടെ കൂടെ ഏതായാലും കേരള ഹജ്ജ് കമ്മിറ്റിക്ക് എടുത്ത് പ്രശംസിക്കേണ്ട ഒരു ഘടകം ചെറിയ സാങ്കേതിക പ്രയാസങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ വന്നെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ റാഹത്തായി നമ്മളെല്ലാം മുമ്പോട്ട് കപ്പിച്ചു. ടീം ലീഡർ എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രയാസങ്ങളില്ല. ടീം ലീഡർ ഒരു കുടുംബ സുഹൃത്ത് പോലെ ഞങ്ങളുടെ കൂടെ എല്ലാ സമയവും എല്ലാ സാഹചര്യങ്ങളിലും മുട്ടാൻ കഴിയുന്ന എല്ലാ ഖിദ്മത്തും കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെറ്റ് ടൈംസിനൊപ്പം ജലാൽ.